ഹലോ, ഇനി നമുക്ക് കുറച്ച് ബീഫും പഴംപൊരിയും ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ബീഫിൻ്റെ കൂടെ കുറച്ച് കരള കിട്ടി, അത് നമുക്ക് വേറെ ആക്കാവേ. ബീഫ് പുറത്തേക്ക് കഴുകി കുക്കറിലോട്ടിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ വയ്ക്കാവേ. കരൾ കഴുകി വേറെ വയ്ക്കാം, അത് ഇതിൻ്റെ അകത്തോട്ടിടണ്ട. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് വേവിക്കാം. എന്നിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാവേ. വെളുത്തുള്ളിയും ഇഞ്ചി, കറിവേപ്പില, സവാള ഒക്കെയാണ്. കുറച്ച് ഏറെ തേങ്ങാക്കൊത്തെ, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്, കുറച്ച് കറിവേപ്പിലയും. നമുക്ക് കൊച്ചുള്ളിയാണ് ഏറെ ഇടേണ്ടത്, അപ്പോഴേ നമുക്ക് ടേസ്റ്റ് കൊടുത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തെടുത്തിടാവേ. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരണം, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാക്കൊത്ത് നല്ല മൂത്ത ടേസ്റ്റ്. അതിങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്നതല്ല, നല്ല ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. ഞാൻ എങ്ങനെയാണ് വയ്ക്കുക, നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഒന്നുകൂടി പറയാം, കൊച്ചുള്ളി ഏറെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. സവാളയൊക്കെ ടേസ്റ്റ് കൊച്ചുള്ളിക്കാണ്. നമ്മളെല്ലാം അത് പൊളിക്കാനുള്ള മടിക്കാണ് സവാള അരിഞ്ഞെടുക്കുക അല്ലേ, പക്ഷേ കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ സ്വന്തം കറിവേപ്പില കുറേ ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ അത് നന്നായിട്ട് എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് നന്നിട്ട് വഴണ്ട് കിട്ടിക്കാണും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം വേണ്ട മുളക് പൊടി. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ബീഫ് എത്രയാണോ അതനുസരിച്ചിട്ട് ഇടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പിന്നെ ബീഫ് വേവിച്ച് വെച്ചില്ലായിരുന്നോ, അതിനകത്ത് വെള്ളമുണ്ട്. വെള്ളം നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചത്. ആ ബീഫിൽ വെള്ളമാണ് ഇറങ്ങി വന്നേക്കണേ. ആ വെള്ളം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പേരളം പരുവത്തിലാക്കി എടുക്കാം. അതിൻ്റെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ഈ ബീഫും കൂടെ അതിൻ്റെ അകത്ത് ഇടാം. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സിമ്മിലിട്ട് കുറേയേറെ സമയം അങ്ങ് വെക്കണം. ബീഫല്ലേ, അപ്പോൾ ഏറെ ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൊടുത്തുള്ളൂ. അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ബീഫ് അവിടെ വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കരളും വെച്ചായിരുന്നു, അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ഇറക്കാറാകുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും എടുത്തായിരുന്നു. കുരുമുളക് പൊടി ഞാൻ മൂപ്പിച്ചില്ലായിരുന്നു കേട്ടോ, അല്ലാതെ തന്നെ ഞാൻ ഇടുമായിരുന്നു. അതിൻ്റെ മണമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ബീഫ് കറി റെഡിയായി. എൻ്റെ ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് പഴംപൊരിയും കൂടെ ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫും പഴംപൊരിയും. എല്ലാവരും എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ടാറ്റാ.